ക്രിസ്തു ആത്മീയത ജീവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യവും 10-ാം വാക്യവും 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുമാണ്. യേശുനാഥൻ്റെ ജെറുസലേം ദേവാലയത്തിലേക്ക് തിരുനാളിന് വേണ്ടിയുള്ള യാത്രയും ക്രിസ്തുവിനെ കൊല്ലുവാൻ ഉദ്യമിക്കുന്നവരുടെ പരിശ്രമവും ക്രിസ്തുവിൻ്റെ പരസ്യമായ പ്രഖ്യാപനവുമാണ് സുവിശേഷം. 3 ഭാഗങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. തന്നെ കൊല്ലുവാൻ ഇരുന്നവരെ തിരിച്ചറിഞ്ഞ ക്രിസ്തു. തന്നെ അവർ കൊല്ലുവാൻ കാത്തിരിക്കുകയാണ് എന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു. എങ്കിലും സ്വയം മരണത്തിന് തന്നെ വിട്ടുകൊടുക്കുവാൻ ക്രിസ്തു ഒരുങ്ങുകയായിരുന്നു. 2 മരണങ്ങളുടെ മുഖത്തിലൂടെയാണ് കർത്താവ് കടന്നു പോകുന്നത്. 1. യഹൂദർ അവനെ കൊല്ലുവാൻ തക്കം നോക്കിയിരുന്നു. 2. ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ ഹിതപ്രകാരം തന്നെ തന്നെ മരണത്തിനായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുവാൻ ഒരുങ്ങുകയായിരുന്നു. ക്രിസ്തു പിതാവിൻ്റെ ഹിതം നിവർത്തിച്ചത് ദേവാലയത്തിൽ തിരുനാളിന് പങ്കെടുത്തുകൊണ്ടും പെസഹ ആചരിച്ചുകൊണ്ടും ആയിരുന്നു. നാം എപ്രകാരമാണ് നമ്മുടെ വിശ്വാസ ജീവിതവും ദൈവഹിതവും ജീവിക്കുന്നത്? മരണസാധ്യത ഉണ്ടായിട്ടും കർത്താവ് ദേവാലയത്തിൽ പോയി. നാം ദേവാലയത്തിൽ പോകാത്തതിൻ്റെ കാരണം എന്താണ്? പോകുന്നതിൻ്റെ കാരണം എന്താണ്? എന്താണ് നമ്മുടെ ദൈവബന്ധം? 2. ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ അവൻ പരസ്യമായി സംസാരിക്കുന്നു, എന്നിട്ടും അവർ അവനോട് ഒന്നും പറയുന്നില്ല. 3 കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. 1. മാനുഷിക ബുദ്ധി വിവേകം കർത്താവ് ഉപയോഗിക്കുന്നു. യഹൂദരുടെ കൈകളിലേക്ക് അവൻ തന്നെ വിട്ടുകൊടുക്കുന്നില്ല. അവൻ ബുദ്ധിപൂർവം ജെറുസലേം ദേവാലയത്തിൽ എത്തുന്നു. 2. ദൈവീക ദൗത്യം കർത്താവ് നിർവഹിക്കുന്നു. ക്രിസ്തുവിന് പിതാവായ ദൈവത്തിൻ്റെ ദൗത്യം സമ്പൂർണമാക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരുന്നു. 3. ധൈര്യപൂർവം കർത്താവ് സ്വയം കുരിശിലേക്ക് നടക്കുകയായിരുന്നു ഓരോ നിമിഷവും. 3. അവർ ക്രിസ്തുവിനെ വിശ്വസിച്ചില്ല. കാരണം അവൻ എവിടെ നിന്ന് വന്നു എന്ന് അവർക്ക് അറിയാമായിരുന്നു. അതിന് നിദാനമായി 3 കാര്യങ്ങളാണ് അവർ വിശ്വസിച്ചിരുന്നത്. 1. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. എവിടെ നിന്നില്ലാതെ മിശിഹ വരും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. 2. ഈ വിശ്വാസം മറഞ്ഞിരിക്കുന്ന മിശിഹ പെട്ടെന്ന് അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെടും എന്നതായിരുന്നു. അവൻ എവിടെ നിന്നെന്ന് ആരും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 3. അവർ പറഞ്ഞു, യേശു നസറത്തിൽ നിന്നുള്ളവനാണ് എന്ന് അവർക്കറിയാം എന്ന് അവർ ചിന്തിച്ചു. അതിനാൽ തന്നെ അവർ ക്രിസ്തുവിനെ മിശിഹായായി അംഗീകരിച്ചില്ല. അതിന് മറുപടി എന്നോണം കർത്താവ് 2 കാര്യങ്ങൾ പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്ക് അറിയാം. 2-മതായി ക്രിസ്തു പറഞ്ഞു, എന്നെ അയച്ചവൻ സത്യവാനാണ്, അവനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തു അറിവിൻ്റെ തലം ലോകത്തിൽ നിന്നും നമുക്ക് ലഭിച്ച അറിവാണ്. ക്രിസ്തുവിനെ നാം മറ്റുള്ളവരിൽ നിന്നും സഭയിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയ അറിവിന്മേൽ വിശ്വസിക്കുന്നവരാണ്. എങ്കിലും അതിൻ്റെ ഒരു 2-ാം തലം ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. ക്രിസ്തുവിനെ അറിയേണ്ടതിൻ്റെ തലം ക്രിസ്തുവിനെ അയച്ച പിതാവിനെ അറിയുക എന്നതും അതിന് ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെ വീണ്ടും ഞാൻ ദൈവീകമായി അറിയുക എന്ന സത്യവുമാണ്. വ്യക്തിപരമായ ക്രിസ്തു ബന്ധം, ക്രിസ്തു ധ്യാനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹവും നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ഒടുവിൽ അവനെ ബന്ധിക്കുവാൻ അവർ ശ്രമിച്ചു. എന്നാൽ ആർക്കും അതിന് സാധിച്ചില്ല. ക്രിസ്തുവിനെ എൻ്റെ സന്തോഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി എൻ്റെതാക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. ക്രിസ്തു ആഗ്രഹങ്ങൾക്ക് ഞാൻ ക്രിസ്തുവിൻ്റെതാവുക എന്നതാണ് ക്രിസ്തു ആത്മീയത. ഈ തപസ്സുകാലത്ത് ഒരു ക്രിസ്തു ബന്ധത്തിൻ്റെ ക്രിസ്തു ആത്മീയത ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.
ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്നെ മറക്കാത്ത സ്നേഹമേ, എൻ ജീവനാമെൻ്റെ തമ്പുരാനേ, എന്നെ മറക്കാത്ത സ്നേഹമേ, എൻ ജീവനാമെൻ്റെ തമ്പുരാനേ, എൻ ശക്തിയും നീയേ, എൻ ബലവും നീയേ, എൻ ശക്തിയും നീയേ, എൻ ബലവും നീയേ, എൻ മനസ്സിൻ്റെ ശാന്തിയും നീയേ. എന്നെ മറക്കാത്ത സ്നേഹമേ, എൻ ജീവനാമെൻ്റെ തമ്പുരാനേ. വേദനയാലെൻ മനം തളരുമ്പോൾ ആശ്വാസമേകി നിൻ വചനം. വേദനയാലെൻ മനം തളരുമ്പോൾ ആശ്വാസമേകി നിൻ വചനം. ആത്മീയ ശക്തിയാൽ നിറഞ്ഞു ഞാൻ പാടാം നിന്നാമസ്തുതിഗീതകം. ആത്മീയ ശക്തിയാൽ നിറഞ്ഞു ഞാൻ പാടാം നിന്നാമസ്തുതിഗീതകം. നിന്നാമസ്തുതിഗീതകം. എന്നെ മറക്കാത്ത സ്നേഹമേ, എൻ ജീവനാമെൻ്റെ തമ്പുരാനേ. നടന്നപ്പോൾ എല്ലാവർക്കും അന്യനായി തീർന്ന നാൾ. ആരോരുമില്ലാതെ ഞാൻ നടന്നപ്പോൾ എല്ലാവർക്കും അന്യനായി തീർന്ന നാൾ. കാരുണ്യമൊഴുകുമ തിരുഹൃദയത്തിൽ നീ എന്നെ ചേർത്തണച്ചു. തിരുഹൃദയത്തിൽ നീ എന്നെ ചേർത്തണച്ചു. നീ എന്നെ ചേർത്തണച്ചു. എന്നെ മറക്കാത്ത സ്നേഹമേ, എൻ ജീവനാമെൻ്റെ തമ്പുരാനേ, എൻ ശക്തിയും നീയേ, എൻ ബലവും നീയേ, എൻ ശക്തിയും നീയേ, എൻ ബലവും നീയേ, എൻ മനസ്സിൻ